ചിലർ എന്നോട് ചോദിക്കുന്നൊരു സംശയം, ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന ചില തത്വങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് പലർക്കും പലതും നേടാറുണ്ട്. അവരുടെ ഭൗതിക കാര്യങ്ങളും എല്ലാം ഈ ഒരു രീതിയിലൂടെ, ഈ ഒരു തിയറിയിലൂടെ അവർ പ്രാക്ടീസ് ചെയ്ത് അതൊക്കെ അവരുദ്ദേശിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. ഇങ്ങനെ അനേകർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ എന്റെ മെസ്സേജുകളെ കേൾക്കുകയും ഈ വിധ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ രീതിയിലൊക്കെ പോകുന്നവർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു രീതിയിലൂടെ കാര്യങ്ങളൊന്നും ക്ലിയർ ആക്കാൻ പറ്റില്ലേ? അതോ ആത്മീയ വളർച്ചയുള്ളവരായതുകൊണ്ട് ഇതൊന്നും നമുക്ക് ബാധകമല്ലേ? ഈ രീതി നമുക്ക് ശരിയല്ലേ, തെറ്റാണോ? ഇങ്ങനെയൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ജസ്റ്റ് ചില കാര്യങ്ങൾ ഞാൻ ഏതോ മെസ്സേജിലൂടെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കുറച്ചുകൂടെ വിശദീകരിച്ച് ഇപ്പൊ പറയാം. ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന സാധനം ശരിക്കും അതിന്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. അത് സത്യവുമാണ്, അങ്ങനെ ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ് നമ്മൾ അട്രാക്ട് ചെയ്ത് നേടേണ്ടത്, എന്തിനെ കുറിച്ചാണ് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിച്ച് അതൊക്കെ പോസിറ്റീവ് ആക്കി എടുക്കേണ്ടത്, ഏതാണ് ആ വിഷയം അല്ലെ ആ മേഖല, അത് ആദ്യം ചിന്തിക്കണം. മെയിനായിട്ടും എന്റെ മെസ്സേജിലൂടെ ഞാൻ നിങ്ങളെയൊക്കെ ആത്മീയ ലെവലിലേക്ക്, ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ചാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇനിയുള്ള രീതി. ഈ കാലഘട്ടം പ്രകൃതി സ്ട്രിക്റ്റ് ആയതിന്റെ മെയിൻ കാരണമേ ആരും അവരവരുടെ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നില്ല. അപ്പുറവും ഇപ്പുറവും കാണുന്നു, ബന്ധുക്കളെ നോക്കുന്നു, സുഹൃത്തുക്കളെ നോക്കുന്നു, എന്നിട്ട് അവരവരുടെ ബോധിച്ചതും ഇതാണ് ശരിയെന്ന് അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിലാണ് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം അങ്ങനെയാണ്. ഇതിന്റെ ഏറ്റവും നെഗറ്റീവ് വെർഷനാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ടുള്ളവരങ്ങനെയല്ല. പണ്ടുള്ളവർ അവരവരുടെ ആത്മാവിന്റെ നിയോഗങ്ങൾ കണ്ടെത്തുമായിരുന്നു. അവർക്കത് മനസ്സിലാവുമായിരുന്നു. അവരുടെ ടേസ്റ്റ് അനുസരിച്ച് അവരത് തിരഞ്ഞെടുത്ത് അങ്ങനെ പോകുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. കാരണം പണ്ട് ഈ ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായ സമയത്ത് ഗുരുവിന്റെ അടുത്ത് കൊണ്ട് നിർത്തുമ്പോൾ എല്ലാ കുട്ടികളെയും ഗുരു ഒരേപോലെ പഠിപ്പിക്കുമെങ്കിലും ഓരോ കുട്ടികളുടെയും ടേസ്റ്റ് അനുസരിച്ചാണ് ഗുരു ആ കുട്ടിയെ അതാത് മേഖലയിലേക്ക് വിടുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം കോമ്പറ്റീഷനാണ്. ഇങ്ങനെയാവണം, അവനെപ്പോലെ എനിക്കാവണം, യവനെപ്പോലെ അവനാവണം, അങ്ങനെ അങ്ങനെ ഈ കോമ്പറ്റീറ്റ് മൈൻഡിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അച്ഛനെ പോലെ മകനാവണം, ഇതൊക്കെയാണ് വിഷയം. ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടാലും സിനിമാ ഫീൽഡിൽ നോക്കിയാലൊക്കെ മനസ്സിലാവും. അച്ഛൻ എന്ത് നേടിയെടുത്തു അതിന്റെ അപ്പുറം നേടാനായിട്ട് മക്കളെ അതിലോട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അവരതില് സക്സസ് ആവുകയും ചെയ്യുമില്ലെന്നല്ല. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ നിയമം സക്സസ് ആവുന്നത്. കാരണം അച്ഛൻ ഇങ്ങനെ വന്നപ്പോൾ എനിക്കും അങ്ങനെ ആകണം എന്ന് ഈ മകൻ, ഇല്ലെങ്കിൽ അയൽവക്കത്തുള്ള വ്യക്തിക്ക് ഇതിലൂടെ ഒരു ഉയർച്ച വന്നെങ്കിൽ എനിക്കും അതേപോലെ കിട്ടണം, എനിക്ക് അതിനപ്പുറമാകണം എന്ന് ഒരു വ്യക്തി ചിന്തിച്ചിട്ട് അവൻ അതിനെക്കുറിച്ച് മാത്രം പ്ലാൻ ചെയ്തും അതിനെക്കുറിച്ച് എല്ലാം പോസിറ്റീവായിട്ട് നേടി, എനിക്കത് കിട്ടിക്കഴിഞ്ഞു, അത് കിട്ടും എന്നൊക്കെ മനസ്സുകൊണ്ട് വിശ്വസിച്ച് അത് ആ പ്രകൃതിയുടെ ആ തത്വം അനുസരിച്ച് അതൊരു ധ്യാനമായി മാറുകയാണ്. ആ വിഷയത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനം ആയി മാറുകയാണ്. ഒരു പോസിറ്റീവ് ധ്യാനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് അവനിലേക്ക് വന്നിരിക്കും. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇതായിരുന്നോ ആത്മാവിന്റെ ഇഷ്ടം? അതാണ് പ്രശ്നം. ഇവിടെയാണ് തെറ്റിപ്പോണത്. ഇപ്പൊ എന്റെ അടുത്തൊക്കെ ദൈവം പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആവശ്യമുള്ള സാധനം അല്ലെ ആവശ്യമുള്ള കാര്യം അതിനെക്കുറിച്ച് ധ്യാനിച്ച് അത് കിട്ടണം എന്ന് അതിയായി ആഗ്രഹിച്ച് സദാസമയം അതിൽ തന്നെ ലക്ഷ്യം വെച്ചൊക്കെ ചെയ്താൽ ആർക്കും അത് കിട്ടും, എനിക്കും അത് കിട്ടുമെന്ന് പറയുന്നു. പക്ഷെ എന്റെ ആത്മാവിന്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചതും ഞാൻ ആഗ്രഹിച്ചതുമായിട്ടുള്ള മേഖലയിൽ ഈ അട്രാക്ട് ചെയ്ത് പിടിക്കാൻ എനിക്ക് പറ്റാതെയായി. കാരണം അതല്ല എന്റെ ആത്മാവിന്റെ പ്ലാൻ. അപ്പൊ എന്റെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്ത് ആ രീതിയിലേക്ക് ഞാൻ പോകേണ്ടി വന്നു. ഇതുപോലെ നിങ്ങളും അട്രാക്ട് ചെയ്തെടുക്കാം. പക്ഷെ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ആത്മാവിന്റെ ഇഷ്ടം എന്താണ്. കാരണം നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അല്ലാതെ നമ്മുടെ ഇഷ്ടം നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അത് സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ജോലി മേഖലയിലും അല്ലെങ്കിൽ നമുക്ക് ഏത് മേഖലയിലാണെങ്കിലും നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ അട്രാക്ട് ചെയ്ത് എടുത്താൽ ഇത് നമുക്ക് കിട്ടുമെന്നല്ല. ഇപ്പൊ നമുക്ക്
ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു, പുരുഷന്മാരെ ആണുങ്ങളൊക്കെ കാണാമല്ലോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ, അതൊക്കെ ഒരു ലോ ഓഫ് അട്രാക്ഷനാണ്. എനിക്ക് അവളെ തന്നെ വേണം എന്നും പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ചും അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പുരുഷനെ എനിക്ക് അവനെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് 100% ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ പ്രകൃതി അതിനുള്ള നിമിത്തങ്ങൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. പക്ഷെ പിന്നീട് കല്യാണമൊക്കെ നടന്നതിന് ശേഷമാണ് അങ്ങോട്ട് അടിയും ബഹളവും ഒക്കെ തുടങ്ങുന്നത്. ഇതൊക്കെയാണ് മിക്ക കല്യാണങ്ങളൊക്കെ പൊളിഞ്ഞോണതിന്റെ കാരണങ്ങളൊക്കെ ഇതൊക്കെയാണ്. അതുമൊക്കെ ഒരു അട്രാക്ഷന്റെ തിയറി പെട്ടതാണ്. തൊഴിലാണെങ്കിലും അങ്ങനെ തന്നെ. വിദേശ യാത്ര, ചിലർക്ക് വിദേശത്ത് പോയേ പറ്റൂ. എനിക്കറിയാവുന്ന പലരും ഉണ്ട്, വിദേശത്താണ് ജോലി ചെയ്താലേ നേട്ടമുള്ളൂ, വിദേശത്ത് പോയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അറബിയിലെ കീഴിൽ അടിമപ്പണി ചെയ്യുന്ന ചിലരൊക്കെ എനിക്ക് പരിചയമുണ്ട്. ഇപ്പം അവിടെ നിന്നും കൊണ്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര നിരാശയും ഭയങ്കര കഷ്ടവും ഒക്കെയാണ് പറയുന്നത്. പക്ഷെ എവിടെ എന്താണ് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ, വിദേശത്ത് പോയി എന്ത് ജോലി ചെയ്താലും അതിലൂടെ ഭയങ്കരമായ ഒരു ഉയർച്ച കിട്ടും എന്ന് നേരത്തെയുള്ള തലമുറകളുടെ രീതി വെച്ച് പഠിച്ചങ്ങ് വെച്ചു, അങ്ങനെ മനസ്സിലാക്കി അങ്ങ് വിശ്വസിച്ച് വെച്ചുപോയി. പക്ഷെ കാലഘട്ടമൊക്കെ മാറി, ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. അപ്പൊ ആ മൈൻഡ് സെറ്റ് നിന്നും കൊണ്ട് ഈ അട്രാക്ട് ചെയ്ത് വിദേശം വാങ്ങിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കഥയൊക്കെ പണ്ടത്തെ പോലെ അല്ല. ഇതുപോലെ നമുക്ക് പലർക്കും ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ അബദ്ധങ്ങളാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത് പലർക്കും. ഇനി നമ്മൾ ഭൗതികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അട്രാക്ട് ചെയ്ത് അതൊക്കെ നേടി വന്നാൽ അപ്പം മോക്ഷം വേണ്ടേ? അതാണ് ഇപ്പൊ അടുത്ത വിഷയം. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവമായിട്ട് കൂടുതൽ അടുത്ത് സംശയങ്ങളൊക്കെ ചോദിച്ച് വന്നു കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സാധനവും ഈ തിയറി വഴി അട്രാക്ട് ചെയ്ത് വാങ്ങിക്കാൻ തോന്നണില്ല. കാരണം ഇത് കിട്ടിയിട്ട് എന്ത് ചെയ്യാൻ? കാരണം നമ്മുടെ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം സാഹചര്യങ്ങളിലൂടെ തന്നെ ക്ലിയറായി വരുന്നുണ്ട്. കാര്യം അതാണ് ഞാൻ പറയുന്ന മെത്തേഡ്. അതാണ് നമ്മുടെ ആത്മാവിനെ പവർഫുൾ ആക്കി എടുക്കുക, ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. ബാക്കി ഭൗതികമായി ഭൂമിയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിമിത്തങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതിലങ്ങ് തലവെച്ചു കൊടുത്താൽ മതി. അല്ല നമ്മൾ കിടന്ന് കിട്ടാത്ത കാര്യത്തിനെ അട്രാക്ട് ചെയ്ത് ആകർഷിച്ച് പിടിക്കേണ്ട ഒരു രീതി എന്റെ വഴിയിലില്ല. പക്ഷെ അത് തിയറി ഉണ്ടോ എന്ന് വെച്ചാൽ തിയറി ഉണ്ട്, അങ്ങനെ കിട്ടുകയും ചെയ്യുന്നുണ്ട്, കിട്ടുകയും ചെയ്യും. പക്ഷെ ഈ ആത്മീയത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ഭൗതികമായി കാണുന്ന ഏതൊരു കാര്യത്തിലോട്ടും അട്രാക്ട് ചെയ്ത് പിടിക്കാനുള്ള മനസ്സ് വരില്ല. കാരണം അതൊരു അറ്റാച്ച്മെന്റിലോട്ട് പോകും. കാരണം എനിക്ക് ഇന്നതിന്നെ കിട്ടണം എന്ന് ചിന്തിക്കണത് അത് തെറ്റാണ്, ആത്മീയ വളർച്ചയിൽ തെറ്റാണ്. കാരണം എന്റെ തിയറിയൊക്കെ കേട്ട് മനസ്സിലാക്കുന്നവർക്ക് അത് അറിയാം. ഒരു കാര്യത്തിലോട്ടോ നമ്മൾ അറ്റാച്ച്മെന്റ് പാടില്ല. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ട് ഒളിമ്പിക്സിലൊക്കെ സ്വർണ്ണമൊക്കെ നേടാൻ വേണ്ടി ഭയങ്കരമായ കഠിന അധ്വാനം ചെയ്ത് ആഗ്രഹിച്ച് സ്വർണ്ണ മെഡലും വെള്ളി മെഡലൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിലെ ചെവരില് അതൊക്കെ തൂക്കി അടുക്കി വെച്ചിട്ട് ഇപ്പം ഒരു കല്യാണമൊക്കെ ആയി, പലരെയും നമ്മൾ ടിവിയിലും കാണുന്നുണ്ടല്ലോ, കല്യാണമൊക്കെ ആയിട്ട് ഇപ്പം ചെറിയ ഹോട്ടലിലെ പണിയാലെ കൂലിപ്പണിക്കൊക്കെ പോയി സ്വർണ്ണ മെഡലുകളൊക്കെ അവിടെ മുറിക്കകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷനിലൂടെയും ഹാർഡ് വർക്കിലൂടെയും നേടിയെടുത്തതാണ്. പക്ഷെ എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ആണ് നമ്മളെ കുഴപ്പം. ആത്മാവിന്റെ പ്ലാൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ആത്മാവിന്റെ പ്ലാൻ അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്നും ഉയർച്ചയുടെ മേൽ ഉയർച്ച തന്നെയായിരിക്കും. ഒരു ആത്മാവ് നമ്മളോടെ സഹകരിച്ച് നിൽക്കും. മറ്റതങ്ങനെയല്ല, നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ എന്തൊക്കെ അട്രാക്ട് ചെയ്ത് വാങ്ങിക്കുന്നു, അതിനുവേണ്ടി കിടന്ന് ഓടുന്നു, കിട്ടിയതായി നമ്മളങ്ങ് സങ്കല്പിച്ച് അതിൽ ആ ഒരു സ്വപ്ന ലോകത്ത് ജീവിക്കുന്നു, അവസാനം ഇത് കിട്ടുന്നു. ഈ സമയത്തെല്ലാം ആത്മാവ് വിഷമിച്ച് ഇങ്ങനെ ഉണ്ടാതിരിക്കും. കാരണം എന്തിനോ വേണ്ടി എന്തൊക്കെയോ ഇവൻ കാണിക്കുന്നു, ഒന്ന് ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് ആത്മാവ് വെയിറ്റ് ചെയ്യും. കാരണം ഇതൊന്നും ആത്മാവിന്റെ പ്ലാനിൽ കാണൂല. അപ്പൊ ഈ ആത്മാവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് എന്നതാണ് ഞാൻ പറഞ്ഞു തരുന്ന വഴി. ഇനി ഇതിൽ മറ്റൊരു പ്രശ്നം കിടക്കുന്നത്, ഇപ്പൊ നമ്മൾ നെഗറ്റിവിറ്റി കൂടി നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിൽ നെഗറ്റീവ് ശക്തികൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ പല കാര്യത്തിലും തടസ്സങ്ങളും പ്രശ്നങ്ങളും കാണും. പക്ഷെ നമ്മൾ ഈ നെഗറ്റിവിറ്റി മാറ്റാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പ്രതീക്ഷ വെച്ച് ഈ തിയറി, ലോ ഓഫ് അട്രാക്ഷന്റെ തിയറി വെച്ച് നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചും ആഗ്രഹിച്ചും കിട്ടിയതായി സങ്കല്പിച്ചും ഒക്കെ നമ്മൾ കാത്തിരുന്നാൽ ആ ആഗ്രഹിച്ച സാധനം എത്ര നെഗറ്റീവ് നമ്മളിൽ ഉണ്ടെങ്കിലും ഈ ആഗ്രഹിച്ചത് നമ്മൾക്ക് കിട്ടിയിരിക്കും. കാരണം നമ്മുടെ മനസ്സ് അത്രയും സ്ട്രോങ് ആയിട്ട് അങ്ങോട്ട് ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ച് വരുമ്പോൾ ഒരു എനർജി അവിടെ വർക്കിംഗ് ആവും. പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്കിംഗ് നടന്നിരിക്കും. ഈ പ്രതീക്ഷ ആഗ്രഹിച്ച കാര്യം കിട്ടുകയും ചെയ്യും. പക്ഷെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മളിലുള്ള നെഗറ്റീവ് ചുമ്മായിരിക്കില്ല. ഈ ആസുരിക ശക്തികൾ എന്ന് പറയുന്നത് എങ്ങനെ യവനായിട്ട് എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന കുറെ ശക്തികൾ, അതൊക്കെയാണ് ഈ നെഗറ്റീവ് എന്ന് ഞാൻ പറയുന്ന കുറെ നെഗറ്റീവ് ശക്തികൾ. ഇവർ നമ്മുടെ ശല്യത്തിനുണ്ടെങ്കിൽ
ഈ കിട്ടിയതിലൂടെ നമുക്ക് അതിലൂടെ എന്തെങ്കിലും നേട്ടം കാണുമായിരിക്കും. പക്ഷെ മറുഭാഗത്ത് യുവമാര് വേറെ പല മേഖലയിലും പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അവസാനം ഈ കിട്ടിയതും വെച്ചുകൊണ്ട് നമുക്ക് യാതൊരു മനസമാധാനം കാണില്ല. ആഗ്രഹിച്ചത് കിട്ടിയോ കിട്ടി, പക്ഷെ ഒരു മനസ്സമാധാനം കാണില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഗവൺമെന്റ് ജോലി കിട്ടണം, കിട്ടിയത് സങ്കല്പിച്ചു, അങ്ങനെ സ്വപ്നങ്ങൾ കണ്ടു, അങ്ങനെ ഗവൺമെന്റ് ജോലി കിട്ടി. പലരെയും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഗവൺമെന്റ് ജോലി കിട്ടിയതിനു ശേഷം ഇപ്പൊ ഡെയിലി കരച്ചിലും ബഹളവുമാണ്. കാരണം മേലുദ്യോഗസ്ഥന്റെ ഹറാസ്മെന്റും ഭീഷണി, പീഡിപ്പിയില്, ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമുക്ക് മുകളിലോട്ടുള്ള സീനിയർ ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് നമുക്ക് അറിയാമല്ലോ. എവിടെയെല്ലാം നമ്മളത് കാണുന്നുണ്ട്. അപ്പം ആഗ്രഹിച്ചിരുന്ന് കിട്ടിയോ കിട്ടി, അതുണ്ടോ ഉണ്ട്. പക്ഷെ മറുഭാഗത്ത് മനസമാധാനവും സ്വൈര്യതയും കിട്ടുന്നില്ല. ഇനി അങ്ങനെ കിട്ടി പോകുമ്പോ കൊച്ചിനോ അല്ലെങ്കിൽ മക്കൾക്ക് പനിയോ അസുഖങ്ങളോ എന്തെങ്കിലും വരുമ്പോ ലീവ് പോലും കിട്ടാതെയുള്ള ടെൻഷൻ, വിഷമം, അങ്ങനെ പല രീതിയിലാണ് നമുക്ക് ഒരു വശത്ത് നമുക്ക് പ്രശ്നം വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കിട്ടാനുള്ളത് കിട്ടി, ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, കിട്ടി, കരഞ്ഞു വിളിച്ച് കിട്ടി. മറുഭാഗത്ത് വേറെ പല മേഖലകളിലും ഈ കിട്ടിയതിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. ഇതൊരു ബാധ്യത ആവുന്ന പല കേസുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളല്ലോ, ഒരു ക്രിസ്തീയ മേഖലയിലുള്ള ഒരു പാസ്റ്ററായിട്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തി, ഞാൻ മുമ്പൊരിക്കൽ കേട്ട കഥയാണ്. പുള്ളിക്ക് ബെൻസ് കാർ വേണം, വലിയ സാമ്പത്തികമുള്ള ആളൊന്നുമല്ല, പക്ഷെ ബെൻസ് കാർ കിട്ടി. പുള്ളിയുടെ തിയറി ഇതൊക്കെയാണ്. നമ്മൾ ചെവരിലൊക്കെ എഴുതി വെച്ച്, കാറിന്റെ ഫോട്ടോ ഒക്കെ ചെവരിൽ വെച്ച് ഒട്ടിച്ച് അത് കിട്ടിയതായി നമ്മൾ സങ്കല്പിച്ച്, കളറൊക്കെ ഇത് തന്നെയായിട്ട് നമ്മൾ കണ്ട്, അങ്ങനെ ആകർഷിച്ച് നമ്മൾ അതിനുവേണ്ടി പൈസയും സ്വരൂപിക്കണം, ആകർഷിച്ച് മനസ്സിലത് സങ്കല്പിച്ച് എന്നൊക്കെ പറഞ്ഞ തിയറികളൊക്കെ പുള്ളി പറഞ്ഞ് പഠിപ്പിച്ച് തന്റെ കൂടെയുള്ളവരെയൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. അവസാനം പുള്ളിക്ക് ഇതേപോലെ ഒരു ബെൻസ് കാർ കിട്ടി. പുള്ളി ഇതൊക്കെ വെച്ചുകൊണ്ട് സഭയിലൊക്കെ പോയി ഭയങ്കരമായിട്ട് സാക്ഷ്യം പറച്ചിലെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അവരുടെ, ആ രീതിയിലൊക്കെ സാക്ഷ്യമൊക്കെ പറഞ്ഞ് ഭയങ്കര ഉത്തേജനമൊക്കെ മറ്റുള്ളവർക്കും കൊടുത്ത് ഭയങ്കര ലെവലിൽ നടക്കുന്ന ഒരാളാണ്. നടന്നു. പിന്നീട് അറിയുന്നു ആ കാറിൽ തന്നെ പുള്ളിയുടെ മകന് ആക്സിഡന്റ് പറ്റി മരിച്ചു എന്ന വിവരവും അറിയുന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി, അട്രാക്ട് ചെയ്ത് വാങ്ങിച്ചെങ്കിലും കൂടെ ഇരിക്കുന്ന പിശാചികള് പുള്ളിക്കിട്ട് മറ്റു രീതിയിൽ പണി കൊടുത്തു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ മാക്സിമം പോസിറ്റീവായി കിട്ടിയാൽ മതി. നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടല്ലോ, അതനുസരിച്ച് ഒരുപാട് കിടന്ന് അട്രാക്ട് ചെയ്ത് ആകർഷിച്ച് നമ്മൾ മെനക്കെടുന്നത് വേണ്ട. എന്റെ വഴി വേറെയാണ്. മറ്റേ വഴി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത്രയും ആത്മീയ വളർച്ച ഇല്ലാത്തവർക്ക് ഭൗതികപരമായിട്ട് പല കാര്യങ്ങളും നേട്ടങ്ങളും കിട്ടാൻ വേണ്ടി അവരുടേതായ ലെവലിലുള്ള അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ലോ ഓഫ് അട്രാക്ഷന്റെ ഒക്കെ തിയറിയും കാര്യങ്ങളൊക്കെ. അധ്യാപകരും അങ്ങനെയായിരിക്കും, അവിടെ ഇതിനു വേണ്ടി വരുന്ന ശിഷ്യരും അത്രേ വളർച്ചയുള്ളൂ. പക്ഷെ എന്റെ രീതി അതല്ല. നമ്മുടെ ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നിന്നുകൊടുത്താൽ നമുക്ക് വേണ്ടതെല്ലാം താനെ നിമിത്തം പോലെ വരും. വരുമ്പോൾ നമ്മൾ തള്ളിക്കളയായിരുന്നാൽ മതി. നിമിത്തമായിട്ട് വരും, സാഹചര്യങ്ങൾ ഉഴുത്തിരിഞ്ഞ് വരും. പ്രൊമോഷനൊക്കെ തന്നെ നമ്മൾ അതിനുവേണ്ടി മെനക്കെടെ കൈക്കൂലി കൊടുത്തോ കണ്ട ഉമരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരന്മാരെ കാല് പിടിക്കൊന്നും പോണ്ട. സാഹചര്യങ്ങളിലൂടെ നമുക്ക് അനുകൂലമായ നിമിത്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത് എന്നാണ് ദൈവം എന്നോട് പണ്ടേ പറയുന്ന കാര്യം. ഇനി ഇതിലൊരു പ്രധാന ഘടകം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ തിയറി വെച്ച് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന തിയറി വെച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേടാം. അതൊക്കെ എന്താണെന്ന് ഞാൻ അല്പം വിശദീകരിക്കാം. അതായത് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് ഈ ഒരു തിയറിയിലൂടെ നമുക്ക് നേടിയെടുക്കാം. അത് അങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, നമുക്കൊരു രോഗം വന്നു, ഒരു മാറാരോഗം പിടിപെട്ടു, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം പിടിപെട്ടു. അപ്പൊ നമുക്ക് ഈ തിയറി വെച്ച് നമ്മൾ മനസ്സ് കണ്ട് പോസിറ്റീവായി മാത്രം ചിന്തിച്ച് നമ്മുടെ അസുഖം മാറുന്നതായി സങ്കല്പിച്ച് നമുക്കതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായി ഒരു വീടില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാഹനമില്ല. ഇതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. അതൊക്കെ നമുക്ക് ഈ തിയറി വെച്ച് നമ്മൾ നേടിയെടുക്കാം. പക്ഷേ മറുഭാഗത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം, എന്തൊക്കെ നേടിയെടുത്താലും എന്തൊക്കെ കിട്ടിയാലും, ഇപ്പം ഈ കർമ്മദോഷത്തിന്റെ പുറത്ത് വരുന്ന കുറെ നെഗറ്റീവ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ പൈശാചിക ആസുരിക ശക്തികളും നമ്മളെ കെണിയിൽപ്പെടുത്താൻ കറങ്ങി നടപ്പുണ്ട്. അപ്പൊ നമ്മള് ഈ ലെവലിൽ, അല്ലെങ്കിൽ നമുക്കൊരു കഷ്ടമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ അല്ലെങ്കിൽ ഒരു വിഷയമോ ഉണ്ടാക്കി പെടുത്തി അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഈ വിധ കാര്യങ്ങളാണ് അത് തിരിച്ചറിയണം. ചിലപ്പോൾ പൈശാചിക ശക്തികളായിരിക്കും, ഇല്ലെങ്കിൽ കർമ്മഫലം അനുഭവിക്കുന്നതായിരിക്കാം. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ ഭാവന ചെയ്തും ആഗ്രഹിച്ചും നേടിയെടുക്കേണ്ടത്. കാരണം ഇതിവിടെ കിടക്കവേ മറുഭാഗത്ത് അത് കിട്ടിയാൽ പോലും
നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പല വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഇതിന്റെ കൂടെ മറുഭാഗത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ സംഭവിക്കുകയും ചെയ്യും. അപ്പൊ ഒരു വശത്ത് നമ്മുടെ ആവശ്യങ്ങൾ ഞാൻ പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളാം, ആഗ്രഹങ്ങളല്ല. ആഗ്രഹങ്ങൾ ആർക്കും പല രീതിയിൽ ആഗ്രഹിക്കുക, അതല്ല നമ്മുടെ ആവശ്യങ്ങൾ. അത് നമ്മൾ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നേടിയെടുത്ത് പ്രാർത്ഥിച്ചും ആഗ്രഹിച്ചും സങ്കല്പിച്ചും ഒക്കെ നേടിയെടുക്കണം, അല്ലെങ്കിൽ മാറ്റിയെടുക്കണം. അതോടൊപ്പം തന്നെ മറുവശത്ത് എന്റെ ഈ മെസ്സേജിലൂടെയൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി മാക്സിമം പോസിറ്റീവ് ആവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഈ രണ്ടും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ഒരു പ്രക്രിയയിൽ നമുക്ക് ഗുണം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.